നമസ്കാരം. കുറച്ച് ദിവസങ്ങളായി ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് കേട്ടു തുടങ്ങിയിട്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുണ്ട്. അതായത് ഇവിടുത്തെ രാഷ്ട്രത്തിനെതിരെ, രാഷ്ട്രീയ ധാർമ്മികതയ്ക്കെതിരെ, അല്ലെങ്കിൽ ഭൂരിപക്ഷ വിഭാഗത്തിനെതിരെ, ഹൈന്ദവ വിശ്വാസങ്ങൾക്ക് എതിരെ ഒക്കെ തന്നെ ഇവിടെ പലതരത്തിലുള്ള അടികളും ഇടികളും ഒക്കെ നടക്കുമ്പോൾ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അങ്ങനെ കേൾക്കാറില്ല. അല്ലെങ്കിൽ അത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് എന്ന ഒരു ബോധത്തോടെ, ഒരു പൊതുബോധത്തോടെയാണ് ഇതിനെ സമീപിക്കുന്നത്. എന്തും കാണിക്കാം. ഇവിടുത്തെ ഹൈന്ദവ വിശ്വാസികളുടെ വികാരത്തെ ഏത് രീതിയിലും വ്രണപ്പെടുത്താം. ദേവതമാരുടെ ചിത്രങ്ങൾ നഗ്നമായി വരച്ച് ചിത്രീകരിക്കാം. MF ഹുസൈൻ ചെയ്തതുപോലെ സരസ്വതിയെ നഗ്നയായി വരയ്ക്കാം. കേരളവർമ്മ കോളേജിൽ, തൃശൂർ കേരളവർമ്മ കോളേജിൽ ദൈവങ്ങളെ, ദേവതമാരെ ഒക്കെ തന്നെ നഗ്നരായി ചിത്രീകരിച്ച് വരയ്ക്കാം. അതൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യം. പക്ഷേ ഇതിനെതിരെ ഈ ഒരു അതായത് ഈ ഹിന്ദു എന്ന് പറയുന്ന ആ ഒരു വിശ്വാസങ്ങൾ മാറ്റി നിർത്തിയാൽ ഒരു മുസ്ലിം മത ന്യൂനപക്ഷത്തിന്റെ ഒരു കാര്യമാണെങ്കിൽ, അല്ലെങ്കിൽ മുസ്ലിം വിശ്വാസവുമായി ബന്ധപ്പെട്ട്, അവരുടെ ആരാധനാക്രമവുമായി ബന്ധപ്പെട്ട്, ക്രിസ്ത്യൻ ആരാധനാക്രമവുമായി ബന്ധപ്പെട്ടൊക്കെ ആണെങ്കിൽ അവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യം ഇല്ലേ എന്ന ചോദ്യമാണ് ഉയരുന്നത്. നിരവധി കാര്യങ്ങൾ. മതസംഘടനകളുടെ പ്രതിഷേധം, ഒരു പത്രത്തിന്റെ തലക്കെട്ടാണ് വായിക്കുന്നത് കേട്ടോ, മുമ്പ് നടന്ന സംഭവമാണ്. മതസംഘടനകളുടെ പ്രതിഷേധം. കിതാബ് എന്ന നാടകം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നിന്ന് പിൻവലിച്ചു. മതസംഘടനകളുടെ നിരന്തര പ്രതിഷേധത്തെ തുടർന്ന് കിതാബ് എന്ന നാടകം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നിന്ന് പിൻവലിച്ചു. നാടകം മതവികാരത്തെ വ്രണപ്പെടുത്തി എന്ന് ആരോപിച്ചുകൊണ്ട് നിരവധി സംഘടനകൾ രംഗത്ത് വന്നിരുന്നു. അതുകൊണ്ട് പിൻവലിച്ചു. കിതാബ് എന്നത് ഖുറാൻ എന്നുള്ള പുസ്തകത്തെ മുസ്ലിം മതവിശ്വാസങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയ ഒരു ആവിഷ്കാരമാണ്, നാടകാവിഷ്കാരമാണ്, കുട്ടികൾ നടത്തിയ ഒരു നാടകാവിഷ്കാരമാണ്. അത് പിൻവലിക്കും തീർച്ചയായിട്ടും. മതവികാരം വ്രണപ്പെടുത്തി എന്ന ആക്ഷേപം. ടർക്കിഷ് തർക്കം എന്ന സിനിമ തിയേറ്ററിൽ നിന്ന് പിൻവലിച്ചു. ടർക്കിഷ് തർക്കം കാണാൻ ആർക്കും പറ്റിയില്ല. അതും ഇത്തരത്തിൽ ടർക്കിയുമായി ബന്ധപ്പെട്ട ചില വിദേശ നയങ്ങളുമായി ബന്ധപ്പെട്ട മുസ്ലിം വിഭാഗത്തിന്റെ ആ ഒരു ചില ചരിത്ര സംഭവങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ചിത്രമാണെന്ന് കേൾക്കുന്നു. അതുപോലെ ദ കേരള സ്റ്റോറിയുടെ പ്രദർശനം തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രക്ഷോഭം. VD സതീശനും അതുപോലെ തന്നെ CPM-കാരും ഒക്കെയുണ്ട്. പ്രൊട്ടസ്റ്റ് സ്ട്രെങ്തൻസ് എഗെയിൻസ്റ്റ് ദ കേരള സ്റ്റോറി എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പവിത്രൻ തീക്കുനി എന്ന കവിയുടെ പർദ എന്ന കവിത പിൻവലിച്ചത് ഓർമ്മയില്ല. അപ്പം S. ഹരീഷിന്റെ മീശ പ്രസിദ്ധീകരിച്ചത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഹൈന്ദവന്റെ വികാരത്തെ, ഹിന്ദു ധർമ്മങ്ങളെ, ഹിന്ദു വിശ്വാസങ്ങളെ, ക്ഷേത്ര ആരാധനയെ, അതുപോലെ തന്നെ പ്രാചീനമായ ക്രമങ്ങളെ ഒക്കെ തന്നെ വിമർശിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. നേരെ തിരിച്ചു വന്നാൽ, അല്ലെങ്കിൽ ഒരു മുസ്ലിം വിഭാഗത്തിന്റെ, ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ എന്തെങ്കിലും ഒരു കഥയെ ആസ്പദമാക്കിയോ, അല്ലെങ്കിൽ അവരുടെ ചരിത്രത്തെ ആസ്പദമാക്കിയോ ഒരു കഥ എഴുതുകയോ ഒരു നാടകം കളിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന വാക്കിന് അർത്ഥമില്ലേ എന്ന് ചോദിക്കുന്നു. സ്വാഭാവികമായി ചോദിച്ചു പോകുന്നതാണ്. ഇതൊരു വലിയ വിഷയമാണ്. ഇതൊരു ചെറിയ വിഷയമല്ല. നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഒരു പ്രത്യേക തരത്തിലുള്ള ആളുകൾക്ക് മാത്രം ചില സ്വാതന്ത്ര്യങ്ങൾ, ചില അവകാശങ്ങൾ, ചില ആവിഷ്കാര സ്വാതന്ത്ര്യങ്ങൾ ഒക്കെ തന്നെ കൽപ്പിച്ച് കൊടുക്കുന്നു. അതായത് മുസ്ലിം മത ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം നടന്നാൽ, അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു പ്രവൃത്തി ഉണ്ടായാൽ അത് മതസൗഹാർദ്ദപരവും മതേതര പ്രവൃത്തിയുമാണ്. പക്ഷേ ഹൈന്ദവൻ അവന്റെ വിശ്വാസത്തെ ഒന്ന് പ്രകീർത്തിക്കുകയോ അവന്റെ വിശ്വാസത്തെ മുന്നോട്ട് വയ്ക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത് ഉടനെ വർഗീയതയായി മാറിക്കഴിയും. വർഗീയത തുലയട്ടെ. അഭിമന്യുവിനെ കൊന്നിട്ട് ക്യാമ്പസ് ഫ്രണ്ടിനെ, പോപ്പുലർ ഫ്രണ്ടിന്റെ വിദ്യാർത്ഥി സംഘടനയായ നിരോധിക്കപ്പെട്ട ക്യാമ്പസ് ഫ്രണ്ടിനെ പറയാൻ മടിച്ചിട്ട്, പേടിച്ചിട്ട്, നിക്കറിൽ മൂത്രമൊഴിച്ചിട്ട് SFI-ക്കാരും CPM-കാരും എറണാകുളം മഹാരാജാസ് കോളേജ് അടക്കമുള്ള പ്രദേശങ്ങളിലെ മതിലിൽ എഴുതി വെച്ചതാണ് വർഗീയത തുലയട്ടെ എന്ന് പറഞ്ഞിട്ട്. ക്യാമ്പസ് ഫ്രണ്ടിനെ ഒരു വാക്ക് പോലും പറയാൻ പറ്റില്ല. ഈ അടുത്ത ദിവസങ്ങളിൽ മാത്രമാണ് ജമാഅത്തെ ഇസ്ലാമിയും SDPI-യും ഒന്നും ഒരു വാക്കുണ്ടെങ്കിലും പരാമർശിക്കാൻ MP ഗോവിന്ദൻ മാസ്റ്റർ തയ്യാറായത് തന്നെ. കാരണം അവരുടെ വോട്ട് വേണം. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ആവിഷ്കാര സ്വാതന്ത്ര്യം ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രമായി റിസർവ് ചെയ്തിരിക്കുന്നു, സംവരണം ചെയ്തിരിക്കുന്നു. ഹൈന്ദവന്റെ മെക്കിട്ട് കയറാം, അവന്റെ വിശ്വാസങ്ങളെ ചവിട്ടിത്തേക്കാം, അവന്റെ കുംഭമേളയെ തെറി പറയാം. പക്ഷേ ഒരു പെരുന്നാളിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹമാസ് തീവ്രവാദികളുടെ ചിത്രം ഉയർത്തിക്കൊണ്ട് ഒരു പരിപാടി നടന്നാൽ അതിനെയൊന്നും പറയാൻ പാടില്ല. അത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്, അല്ലെങ്കിൽ ആ രീതിയിൽ അത് ജനകീയമാണ്, ജനാധിപത്യപരമാണ്, മതസൗഹാർദ്ദപരമാണ് എന്നാണ് പറയുന്നത്. ഇത് ഈ 2 വള്ളത്തിലും 3 വള്ളത്തിലും 4 വള്ളത്തിലും ഒക്കെ ചവിട്ടുന്നത് ഇത് സമ്പൂർണമായ പിതൃശൂന്യത തന്നെയാണ്. അതാണ് ഇവിടുത്തെ ഭരണവർഗവും ഇവിടുത്തെ ചില റാൻമൂളികളും ചില പ്രത്യേക അജണ്ടകൾ ഉള്ള ചെറ്റകളും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാലങ്ങളായി ഇതിനെയും തുടരും. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com
അയൺ ബിൽഡ്, ഗുജറാത്ത്. PRS ഹോസ്പിറ്റൽ, കിള്ളിപ്പാലം, തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.